ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് ഡി ബിയിൽ നമ്മൾ സെലക്ടർ കണ്ടിട്ടുണ്ടാവും. അതായത് 3 ഫേസ് വരുന്ന സമയത്ത് 3 ഫേസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് മോഡ്യൂളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ഡി ബിയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് സെലക്ടറിൻ്റെ സെപ്പറേറ്റ് മോഡ്യൂൾ വരുന്ന ജസ്റ്റ് ഒരു 3 സെലക്ടർ വരുന്ന മോഡ്യൂളാണ് ഈ കാണുന്നത്. അത് നമുക്ക് ഓരോ ഫേസും കണ്ടാവും 1, 2, 3 അങ്ങനെ 3 ഫേസും നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ 3 ഫേസിലും 3 സെപ്പറേറ്റ് ഫേസ് സെലക്ടറുകളാണ് ഇരിക്കുന്നത്. ഈ 3 ഫേസ് സെലക്ടറിലേക്കും എല്ലാ ഫേസും വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ, ELCBയിൽ നിന്നും ELCBയുടെ കണ്ടോ, ELCBയുടെ ഔട്ട് വരുന്നത് നേരെ ഈ 3 ഫേസാണ്. കണ്ടോ, RYB അങ്ങനെ റെഡ്, യെല്ലോ, ബ്ലൂ ഈ 3 ഫേസും എല്ലാ സെലക്ടറിലേക്കുമായിട്ടാണ് ലിങ്ക് ചെയ്ത് വരുന്നത്. കണ്ടോ, ഇതിലേക്ക് 3 വന്നിട്ടുണ്ട്, നെറ്റ് മുകളിലുള്ള സെലക്ടറിലേക്ക് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ ഏറ്റവും ടോപ്പിലുള്ള സെലക്ടറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നാണ് നമുക്ക് എല്ലാ ഈ പറയുന്ന 3 സെലക്ടറുകളിലേക്ക് നമുക്ക് ഔട്ട് എടുക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട് ഒന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈ ആദ്യത്തെ ഫേസിൽ 3 ഫേസ് വന്നിട്ട് ഔട്ട് വന്നിരിക്കുന്നത് റെഡ് ഫേസാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ MCB സെക്ഷനിലേക്ക് പോകുന്നത്. അടുത്തത് യെല്ലോ ഔട്ട്, MCB സെക്ഷനിലേക്ക് പോകുന്നു. അടുത്തത് ബ്ലൂ ഔട്ട് വരുന്നത്, ബ്ലൂ അങ്ങനെ 3 ഫേസാണ് ഔട്ട് വരുന്നത്. ഇനി വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് വരുന്നത്. ഇൻഡിക്കേറ്റർ സ്വിച്ച് നമുക്ക് എല്ലാത്തിൻ്റെ ഔട്ടിൽ നിന്ന് കൊടുത്തതിന് ശേഷം കോമൺ ആയിട്ട് ന്യൂട്രൽ വരുന്നുണ്ടോ, അതിലേക്ക് വന്നിരിക്കുന്നു. അതിനുശേഷം യെല്ലോ എന്ന് പറയുന്ന ഇൻഡിക്കേഷനിലേക്ക് വന്നിരിക്കുന്നു. അതിനുശേഷം അതിലേക്കുള്ള ഇൻഡിക്കേഷൻ വന്നിരിക്കുന്നു. പിന്നെ ന്യൂട്രൽ കോമൺ ആണ്. ന്യൂട്രൽ കോമൺ വന്നതിന് ശേഷം ഒറ്റ വയറിട്ട് പുറത്തേക്ക് ലിങ്ക് ചെയ്ത് ഡി ബി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ന്യൂട്രൽ കോമൺ ആയിട്ട് ന്യൂട്രലിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അവിടെ ന്യൂട്രലിൻ്റെ വയറാണ് ലിങ്ക് ചെയ്ത് കാണിക്കുന്നത്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഫേസും നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവുന്ന സമയത്ത് നമുക്ക് സെലക്ടറിൽ എപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഏത് സെലക്ഷനിലാണോ കട്ടാവുന്നത് അതിൽ സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 3 ഫേസും ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫേസ് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫേസ് ആണെങ്കിൽ ഒന്നാമത്തെ ഫേസ് എടുക്കാം. നമ്മൾ കോമൺ ചെയ്യുന്നത് ഒന്നാമത്തെ ഫേസിൻ്റെ സെക്ഷനിൽ ഒന്നാമത്തെ 1ലേക്ക് ഇടുന്നു, രണ്ടാമത്തെ സെലക്ടർ 2ലേക്ക് ഇടുന്നു, മൂന്നാമത്തെ സെലക്ടർ 3ലേക്ക് ഇടുന്നു. അങ്ങനെ 3 ഈക്വൽ ലോഡ് വരാവുന്ന രീതിയിലാണ് 3 ഫേസും നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കുന്നത്. 3 കണ്ടോ, ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങളും ആംബിയറും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് L90 എന്ന് പറയുന്ന കമ്പനിയുടെ ഡി ബിയുടെ അകത്ത് വരുന്ന സെലക്ടറിൻ്റെ മോഡ്യൂളാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടാവുന്ന സമയത്ത് ആ ഫേസ് മാത്രം ഒഴിവാക്കിയതിന് ശേഷം ബാക്കി 2 ഫേസിലേക്ക് 3 സെലക്ടർ നമുക്ക് ലോഡ് ചെയ്യാം. ഇനി ഒറ്റ ഫേസേ ഉള്ളൂ, ബാക്കി 2 ഫേസ് കട്ടായാലും ഒറ്റ ഫേസ് കൊണ്ട് 3 സെലക്ടറും നമ്മൾ ഒറ്റ ഫേസിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്കി 2 ഫേസ് ഇല്ലെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസിൽ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ കറണ്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഫേസിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെലക്ടർ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.